ഈശോമിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഈ അടുത്ത് മനോഹരമായ ഒരു വാചകം കേൾക്കാൻ ഇടയായി. അതിപ്രകാരമാണ്: എന്തിനും ഏതിനും കണക്ക് വയ്ക്കുന്നത് നല്ലതാണ്, എന്നാൽ ഒരു കാര്യത്തിന് മനുഷ്യൻ കണക്ക് വയ്ക്കുന്നത് അത്ര നല്ലതല്ല. അത് അവൻ്റെ ബന്ധങ്ങൾക്കാണ്. എന്ന് മനുഷ്യൻ അവൻ്റെ ബന്ധങ്ങൾക്ക് കണക്ക് വയ്ക്കുന്നുവോ, അന്നു മുതൽ ആ ബന്ധം മുറിയപ്പെടുകയും പിന്നീട് ഒരിക്കലും പഴയതുപോലെ ആകുകയുമില്ല. കാരണം മനുഷ്യബന്ധങ്ങൾ വിലമതിക്കാനാവാത്ത ഒന്നാണ്. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വിലമതിക്കാനാവാത്ത മനുഷ്യബന്ധങ്ങൾ ഇന്ന് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പോലും നാം ഉപേക്ഷിക്കുമ്പോൾ, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുകാരാകാൻ നാം നമ്മുടെ ബന്ധങ്ങൾക്ക് വില നൽകണമെന്ന് ധനഹാകാലത്തിലെ 4-ാമത്തെ ഞായറാഴ്ചയിലെ വചനവായനകളിലൂടെ തിരുസഭ മാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. കടിഞ്ഞൂൽപുത്ര അനുഗ്രഹത്തിനു വേണ്ടി സ്വന്തം പിതാവിനെയും സഹോദരനെയും ചതിച്ച യാക്കോബിനെ നമുക്കറിയാം. എന്നാൽ ഹാരാനിലേക്കുള്ള വഴിമധ്യേ യാക്കോബിന് ദൈവീക വെളിപാട് ലഭിക്കുകയും അതേ തുടർന്ന് യാക്കോബ് ലാബാനുമായും അവൻ്റെ കുടുംബവുമായും നല്ല ബന്ധമാരംഭിക്കുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന. ഇന്നത്തെ 2-ാമത്തെ വായന രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 17-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. സമരിയായിൽ വസിച്ച ജനം കർത്താവിനോട് ഭക്തിയാദരം കാണിക്കാതെ ജീവിക്കുകയും ദൈവത്തിൻ്റെ നിയമം പാലിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അസ്രിയ രാജാവ് ഒരു പുരോഹിതനെ ആ നാട്ടിൽ കൊണ്ടുവന്ന് എങ്ങനെ കർത്താവിനോട് ഭക്തിയാദരം കാണിക്കണമെന്നും ദൈവത്തിൻ്റെ നിയമം എപ്രകാരം പാലിക്കണമെന്നും സമരിയ ജനങ്ങളെ പഠിപ്പിച്ചു. ചുരുക്കത്തിൽ, ദൈവവുമായി ഒരു ബന്ധമില്ലാതിരുന്ന സമരിയ ജനതയെ ദൈവവുമായി ബന്ധിപ്പിക്കുന്നതാണ് ഇന്നത്തെ 2-ാമത്തെ വായന. ഇന്നത്തെ 3-ാമത്തെ വായന ഹെബ്രായർക്കുള്ള ലേഖനം 6-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ദൈവത്തെക്കുറിച്ചും അവിടുത്തെ പ്രബോധനങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുന്ന ലേഖകൻ തൻ്റെ ശ്രോതാക്കളോട് പറയുകയാണ്: സാഹചര്യം ഏതായാലും അവസാനം വരെ ഉത്സാഹത്തോടെ വിശ്വാസവും ദീർഘക്ഷമയുമുള്ളവരായി ദൈവവുമായുള്ള ബന്ധം നിലനിർത്തുക എന്ന്. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ഏതെങ്കിലും ഒരു സ്ത്രീയോട് സംസാരിച്ചു എന്നുള്ളതല്ല ഇവിടെ പ്രാധാന്യം. മറിച്ച് വർഷങ്ങളോളം ശത്രുതയിലായിരുന്ന 2 പ്രദേശങ്ങളിലെ വ്യക്തികൾ തമ്മിൽ സംസാരിച്ചു എന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രാധാന്യം. ആ സംസാരം അവളെയും അവളുടെ പട്ടണവാസികളായ സമരിയാക്കാരെയും യഹൂദനായ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു. എങ്ങനെയാണ് യഹൂദരും സമരിയാക്കാരും തമ്മിൽ ശത്രുക്കളായത്? സമരിയാക്കാർ വിദേശികളെ വിവാഹം ചെയ്തു കൊടുത്തും വിദേശികളുടെ ആചാരാനുഷ്ഠാനങ്ങൾ അഭ്യസിച്ച് തങ്ങളെ തന്നെ കളങ്കപ്പെടുത്തിയത് കൊണ്ടാണ് യഹൂദരും സമരിയാക്കാരും തമ്മിൽ ശത്രുക്കളായത് എന്ന് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ശത്രുത യേശുവിൻ്റെ കാലഘട്ടത്തിലും വലുതായിരുന്നുവെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈശോ സമരിയാക്കാരി സ്ത്രീയുമായും അവളുടെ പട്ടണവാസികളുമായും സ്നേഹബന്ധത്തിലായത്? ഈശോ ഇവിടെ ഉപയോഗിച്ച 3 സംസാര മാർഗങ്ങൾ നാം നമ്മുടെ മുറിഞ്ഞുകിടക്കുന്ന ബന്ധങ്ങളുടെ മുറിവുകളിൽ വെച്ച് കിട്ടിയാൽ നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമതായി, ബന്ധങ്ങൾ നിലനിർത്താൻ എളിമയുള്ള സംസാരങ്ങൾ അനിവാര്യമാണെന്ന് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. സകലത്തിന്മേലും അധികാരമുള്ള ഈശോ തൻ്റെ അധികാരം ഉപയോഗിച്ചല്ല സമരിയാക്കാരി സ്ത്രീയെയും അവളുടെ പട്ടണവാസികളെയും സ്വന്തമാക്കുന്നത്. മറിച്ച് എളിമയോടെ കുടിക്കാൻ വെള്ളം ചോദിച്ചും ദൈവീക പ്രബോധനങ്ങൾ പറഞ്ഞുകൊടുത്തുമാണ് ഈശോ അവരെ സ്വന്തമാക്കുന്നത്.
ഇന്ന് നമ്മുടെ സംസാരങ്ങളിലും പ്രവർത്തികളിലും അഹങ്കാരമെന്ന പാപം ഉടലെടുക്കുമ്പോൾ നമ്മുടെ നല്ല ബന്ധങ്ങൾ മുറിയപ്പെട്ടു പോവുകയാണെന്ന സത്യം നാം മറക്കരുത്. രണ്ടാമതായി, ബന്ധങ്ങൾ നിലനിർത്താൻ കുറ്റപ്പെടുത്തലുകളല്ല, തിരുത്തലുകളാണ് അനിവാര്യമെന്ന് ഈശോ ഈ സുവിശേഷത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഒരുപാട് കാരണങ്ങൾ നിരത്തി ഈശോയ്ക്ക് സമരിയാക്കാരി സ്ത്രീയെ കുറ്റപ്പെടുത്താമായിരുന്നു. 6-ാം മണിക്കൂറിൽ അല്ലെങ്കിൽ നട്ടുച്ച സമയത്ത് അവൾ വെള്ളം കോരാൻ വരുന്നത് ആരുടെയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കാതിരിക്കാനും പരിഹാസങ്ങൾ അനുഭവിക്കാതിരിക്കാനുമാണ്. എന്നാൽ അതേ സമയത്ത് കുറ്റപ്പെടുത്തലുകൾ കേൾക്കാതെ തൻ്റെ തെറ്റുകൾ തിരുത്തിയ പ്രവാചകനെ കണ്ടുമുട്ടുകയാണ് അവൾ. ഇന്ന് നാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനെടുക്കുന്ന സമയത്തിൻ്റെ പകുതി ആരോഗ്യം മതി സ്നേഹത്തോടെ അപരനെ തിരുത്താനായിട്ട് എന്ന സത്യവും നാം ഒരിക്കലും മറക്കരുത്. മൂന്നാമതായി, ബന്ധങ്ങൾ നിലനിർത്താൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, മറിച്ച് മറ്റുള്ളവരെ കേൾക്കാനും ഒരു മനസ്സുണ്ടാകണമെന്ന് ഈശോ ഈ സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നത് കേൾക്കുന്ന സമരിയാക്കാരി സ്ത്രീയെയും സമരിയാക്കാരി സ്ത്രീ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന ഈശോയെ നാം കാണുന്നു. ഇന്ന് നാം മറ്റുള്ളവരെ ഉപദേശിക്കാനും കുറ്റപ്പെടുത്താനും ഉപയോഗിക്കുന്ന അതേ സമയം മുന്നിൽ നിൽക്കുന്ന ആളിന് പറയാനുള്ളത് കേൾക്കാനും കൂടിയുള്ളൊരു മനസ്സ് രൂപപ്പെടുത്തിയെടുക്കണം. കൂടെയുള്ളവരെ ഒന്ന് ശ്രവിച്ചാൽ തീരാവുന്ന പല പ്രശ്നങ്ങളെ നമ്മുടെ ബന്ധങ്ങളിലുള്ളൂ എന്ന സത്യവും നാം മറന്നു പോകരുത്. ആകയാൽ പ്രിയരെ, ദൈവം നമുക്കൊരു കുടുംബവും സുഹൃത്തുക്കളെയും അയൽവാസികളെയും എല്ലാം തന്നത് നല്ല ബന്ധങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാനാണ്. കുറച്ച് പണത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും മതത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പേരിൽ അവസാനിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ബന്ധങ്ങളെന്ന് നാം മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ബന്ധങ്ങളിൽ നാം വിശ്വസ്തരാകുമ്പോഴാണ് നമുക്ക് ദൈവത്തിനു മുമ്പിൽ വിശ്വസ്തരായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ആയതിനാൽ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിച്ച് നമ്മുടെ ദൈവത്തെ നേരിൽ കാണാൻ നമ്മുടെ ബന്ധങ്ങൾ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.